ദിത്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടുന്നു. തമിഴ്നാട് തീരത്തും പുതുച്ചേരിയിലും കനത്ത മഴ. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യത. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. ചെന്നൈ ഉൾപ്പെടെ 13 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം പരക്കെ മഴ. ശ്രീലങ്കയിൽ ദിത്വ ചുഴലിക്കാറ്റിൽ മരണം 132ആയി. 170ലേറെ പേരെ കാണാനില്ല. കനത്ത മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം. കൊളംബോയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള നടപടി തുടരുന്നു. സെനിയാർ ദിത്വ ചുഴലിക്കാറ്റുകളിൽ തകർന്നടിഞ്ഞ ഇന്തോനേഷ്യയും തായ്ലൻഡും മലേഷ്യയും. 600ലേറെ മരണം. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കായി കുരുക്കുമുറുക്കി പോലീസ്. അറസ്റ്റ് ഇന്നുണ്ടായേക്കും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ ഉന്നയിച്ച കാര്യങ്ങൾ കുറ്റം ചെയ്തതിന്റെ തെളിവായെടുക്കാൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പൂർണ്ണ ഉത്തരവാദിത്വം A. പത്മകുമാറിനെന്ന് ആവർത്തിച്ച് ദേവസ്വം ബോർഡ് അംഗങ്ങൾ. പാളികൾ കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തിയത് പത്മകുമാർ മാത്രമെന്ന് മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പത്മകുമാറിന്റെയും സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ നിർണായക വിവരങ്ങളെന്ന് സൂചന. 400 ദിവസത്തിലേറെ നീണ്ട മുനമ്പത്തെ റിലേ നിരാഹാരം ഇന്ന് അവസാനിക്കും. മന്ത്രി P. രാജീവും K. രാജനും സമരപ്പന്തലിലെത്തും. റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുനമ്പം സമരസമിതി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ആദ്യ ഏകദിനം ഇന്ന് റാഞ്ചിയിൽ. KL രാഹുൽ നയിക്കുന്ന പരമ്പരയിൽ 3 മത്സരങ്ങൾ. ഇന്ത്യക്കെതിരെ ടെസ്റ്റ് പരമ്പര നേടിയ ആത്മവിശ്വാസത്തിൽ ദക്ഷിണാഫ്രിക്ക.